ഹലോ നമസ്കാരം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എത്ര തരത്തിലുള്ള ബിരിയാണികളുണ്ടെന്നറിയാമോ? അതിപ്പോൾ വടക്കോട്ട് പോയ ഒരു സ്റ്റൈല്, കിഴക്കോട്ട് പോയ മറ്റൊരു സ്റ്റൈല്, തെക്കിന് വേറൊന്ന്, വടക്കിന് വേറൊന്ന്. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത് കണ്ണൂർ കിച്ചൺ ചാനലിൽ കണ്ടൊരു ബിരിയാണിയാണ് കേട്ടോ. അന്യ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഇത്ര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചിങ്ങെടുക്കണം. അതിനകത്ത് കുറച്ച് പേസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കണേ. ബാക്കിയുള്ളത് നമ്മൾ ചിക്കനകത്തോട്ടിട്ടിട്ട് നല്ലപോലെ ഞെരടി, ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഞെരടി ഒരു അരമണിക്കൂറത്തേക്കൊന്ന് മാറ്റി വെച്ചേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറന്നു പോയേക്കല്ലേ. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പം നമ്മുടെ ആ ചിക്കനിലേക്ക് ഇതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. തക്കാളി, സവാള, മല്ലിയില, പുതിനയില അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് ഒരു അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കുറച്ച് ചെറുജീരകവും കൂടെ ചേർത്ത് ബാക്കി മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതായത് നമ്മുടെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റം പൊടികൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണ്ടത് നമ്മുടെ സ്റ്റാർ ഒണിയൻസ്, നമ്മുടെ തക്കോലം, പിന്നെ കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, നമ്മുടെ ഈ ബേ ലീവ്സ്, ഇത്രയും സാധനങ്ങളിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഞെരടി അങ്ങോട്ട് മിക്സ് ചെയ്യണേ. കൂട്ടത്തിൽ നമ്മൾ ആ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയില്ലേ, അതും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് വേണേ മിക്സ് ചെയ്യാനേ. സംഭവം അടച്ച് ഫ്രിഡ്ജിലോട്ട് കയറ്റിക്കൊള്ളുക. മിനിമം 3 അവർ, പറ്റുവാണെങ്കിൽ ഒരു ഓവർനൈറ്റ് അങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ. അത് കഴിയുമ്പം സംഭവം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം സെറ്റായി അങ്ങോട്ട് പിടിച്ചിരിപ്പുണ്ട്. ഇനി നേരെ അത് സ്റ്റൗവിലോട്ട് കയറ്റിക്കൊള്ളുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യത്തെ ഒരു 4 മിനിറ്റ് അങ്ങനെ, പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ അങ്ങ് പൊക്കോട്ടെ. അപ്പോൾ നമുക്കിനി ചോറ് വെക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള എണ്ണയും അതുപോലെ തന്നെ നെയ്യും കൂടെ ചേർത്തിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മറ്റേ ആ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരി അങ്ങോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിങ്ങെടുക്കണേ. ഇടയ്ക്ക് നമ്മൾ ചിക്കൻ ഒന്ന് നോക്കാൻ മറന്നു പോകരുത് കേട്ടോ, ചിലപ്പോൾ കയറി അടി പിടിക്കും. ഞാനെപ്പോഴും 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. പണ്ട് തൊട്ടേ അമ്മ പറഞ്ഞു തന്നൊരു ഐഡിയ, അത് ഇപ്പോഴും അങ്ങോട്ട് സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ എങ്ങനെയാണ് 2 ഗ്ലാസ്സോ അതോ ഇനിയും അരി ഊറ്റിയെടുക്കുകയാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോ, എന്തുപോലും റൈസ് സെറ്റാകണം, അത്രേ ഉള്ളൂ. ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലാണെങ്കിൽ ഈ മലബാർ ഭാഗത്തോട്ട് പോയി കഴിയുമ്പോൾ അവിടുത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഏത് ഭാഗത്തെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കണേ. അപ്പോൾ അരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ അവിടെ ഇരുന്നോട്ട് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഉള്ളിലെ അരിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പം ചിക്കനും അരിയും എല്ലാം ഒരു സെറ്റായിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് ദമ്മിടാൻ വേണ്ടി ഓരോ ലെയറായിട്ട് നമുക്ക് ചോറ് അങ്ങോട്ട് ഇറച്ചിയുടെ മുകളിലോട്ട് വിതറി കൊടുക്കാം. ഒരു ലെയർ ചോറ് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കാഷ്യൂവും കിസ്മിസും ഫ്രൈഡ് ഒണിയനും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തിട്ട് ഒരു ലെയർ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ റൈസ് ഇടുക, പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുക. ചിക്കനൊക്കെ വറുത്ത് വെക്കുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുമെങ്കിലും അതൊന്നും ചെയ്യാതെ തന്നെ ഇതിന് അന്യായ ടേസ്റ്റ് തരുമെങ്കിൽ ഇത്രയും കഷ്ടപ്പെടാൻ പോകേണ്ട കാര്യം എന്ത്, ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ. അങ്ങനെ ഇപ്പോൾ ചിന്തിച്ചേക്കുന്നത് ഞങ്ങൾ കേട്ടോ. അപ്പോൾ സംഭവമൊക്കെ സെറ്റായി കഴിയുമ്പോഴത്തേക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് മുകളിൽ ഒരു വെയിറ്റും കൂടെ എടുത്ത് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഐറ്റം നിങ്ങൾക്ക് കിട്ടും. അമ്മ ഒട്ടിക്കുമ്പോൾ ആ മണം വരുന്നുണ്ട് കേട്ടോ, സത്യമായിട്ട് മണമുണ്ടേ. പിന്നെ ഇനി അങ്ങോട്ട് പയ്യൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി തയ്യാർ. ഡീറ്റെയിൽ ആയിട്ടുള്ള കുക്കിംഗ് മെത്തേഡും റെസിപ്പിയൊക്കെ ഞാൻ ഫസ്റ്റ് കമൻറ്റിലോട്ട് ഇട്ടേക്കാം കേട്ടോ. അത് മറ്റേ കണ്ണൂർ കിച്ചൻ്റെ അതേ റെസിപ്പി തന്നെ. അപ്പം ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്.